ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടതായിരിക്കും. ദീപക് ആത്മഹത്യ ചെയ്തതാണോ? എല്ലാവരും കൂടി അദ്ദേഹത്തെ കൊന്നതല്ലേ? കയ്യിലൊരു ഫോണുണ്ടെങ്കിൽ 4 ലൈക്കും 3 റീച്ചും കിട്ടാൻ വേണ്ടി എന്തു തോന്നിയാസവും ചെയ്യാമെന്നുള്ള ആ ഒരു മൈൻഡുള്ള സകല എണ്ണവും ഇതോടുകൂടി പഠിക്കണം. അവളെ പിടിച്ചാൽ പോരാ, നാളെ ഇതുപോലെ എന്തേലും ചെയ്യുമ്പോൾ ഒന്ന് ഭയപ്പെടുന്ന രീതിയിലായിരിക്കണം അവൾക്ക് നൽകേണ്ട ശിക്ഷ. എന്തേലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ, ഞാനടക്കമുള്ള ആൾക്കാരോടാണ് പറയുന്നത്, അതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ അത് ലൈക്കടിച്ചും ഷെയർ ചെയ്തും കളിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരില്ലേ, അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒന്ന് വന്ന് പെടണം. അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. എന്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല. അവൾ റീച്ചിന് വേണ്ടി ചെയ്തതാണ്, അവൾ റീച്ചായി. പക്ഷെ അവൾ ഉദ്ദേശിച്ച തരത്തിലല്ല റീച്ചായത്. നാണം കെടണം, അനുഭവിക്കണം. ആ തരത്തിലായിരിക്കണം, ആ രീതിയിലായിരിക്കണം അവൾക്ക് നൽകുന്ന ശിക്ഷ.